ബംഗ്ലാദേശിൽ തുടരുന്ന ഹിന്ദുക്കൾക്കെതിരായ അക്രമത്തെ അപലപിച്ച രാഷ്ട്രീയ സ്വയംസേവക സംഘം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്നത് മനുഷ്യത്വരഹിതമായ അതിക്രമങ്ങളാണ്. അക്രമങ്ങൾ തടയുന്നതിൽ ബംഗ്ലാദേശ് സർക്കാർ പരാജയപ്പെട്ടു. ആചാര്യ ചിന്മയ കൃഷ്ണദാസിനെ ഉടൻ മോചിപ്പിക്കണമെന്നും RSS ആവശ്യപ്പെടുന്നു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, നമ്മൾക്കറിയാം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹൈന്ദവ സമൂഹം അനുഭവിക്കുന്ന പീഡനങ്ങൾ, അവിടെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഹരേകൃഷ്ണ പ്രസ്ഥാനമായ ഇസ്കോണിൻ്റെ സന്യാസി വര്യനെ അറസ്റ്റ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വിവിധ ന്യൂനപക്ഷ പീഡനം ഉണ്ടായിട്ടും കൃത്യമായ നടപടി സ്വീകരിക്കാൻ അവിടുത്തെ ഭരണകൂടം തയ്യാറാവുന്നില്ല. ഇതിനെതിരെയാണ് ഇപ്പോൾ RSS ശക്തമായ മുന്നറിയിപ്പും അല്ലെങ്കിൽ ശക്തമായ ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഗൗതം. വിനോദ്, തുടർച്ചയായി ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ ആക്രമണം അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നടക്കുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇത്തരമൊരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. അടിയന്തരമായി തന്നെ ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമ സംഭവങ്ങൾ അവസാനിപ്പിക്കണം, അതിൽ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇടപെടണം എന്നതാണ് RSSന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ഇസ്കോണിൻ്റെ പ്രമുഖ സന്യാസി ആചാര്യ ചിന്മയ കൃഷ്ണദാസിനെ ഉടൻ തന്നെ മോചിപ്പിക്കണം എന്ന ആവശ്യവും രാഷ്ട്രീയ സ്വയംസേവക സംഘം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം അവിടെ നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ വലിയ ആശങ്കയും RSS രേഖപ്പെടുത്തുന്നു. തുടർച്ചയായി ഹൈന്ദവ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്, ഹിന്ദു ഭവനങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു, ആശ്രമങ്ങൾ ലക്ഷ്യമിടുന്നു, ഇസ്കോൺ പോലെയുള്ള സന്നദ്ധ സംഘടനകളെ നിരോധിക്കാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിൽ ഭീകരവാദികൾ നിയമം കയ്യിലെടുത്തുകൊണ്ട് അക്രമ പരമ്പര നടത്തിയിട്ടും അവിടുത്തെ ഇടക്കാല സർക്കാരിന് ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന വിമർശനവും രാഷ്ട്രീയ സ്വയംസേവക സംഘം പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഇടക്കാല സർക്കാരിനോട് RSS ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അടിയന്തരമായി തന്നെ അവിടുത്തെ സർക്കാർ അറസ്റ്റ് ചെയ്ത ചിന്മയ കൃഷ്ണദാസിനെ മോചിപ്പിക്കുക എന്ന ആവശ്യം തന്നെയാണ്. നമുക്കറിയാം ദേശീയ തലത്തിൽ മാത്രമല്ല, ഇപ്പോൾ വിവിധ ലോകരാജ്യങ്ങളിൽ ഇസ്കോണിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്നു. ഒപ്പം വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിലെ ഹിന്ദു വിരുദ്ധ കലാപത്തിനെതിരെ വമ്പൻ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ സ്വയംസേവക സംഘവും ഇതിനകത്തൊരു നിർണായകമായ ഇടപെടൽ നടത്തുന്നത്. നേരത്തെ ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപത്തിൻ്റെ ഭാഗമായി ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർക്കുന്ന ഘട്ടത്തിലും RSSന്റെ പ്രസ്താവനയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലും ആവശ്യപ്പെട്ടുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് കേന്ദ്ര സർക്കാർ ശക്തമായി ഈ വിഷയത്തിൽ ഇടപെട്ടതിനെ തുടർന്നാണ് ഒരു ഘട്ടത്തിൽ ഇസ്ലാമിക ഭീകരവാദികൾ ഈ അക്രമ പരമ്പരകൾ അവസാനിപ്പിച്ചത്. അതിനുശേഷം വീണ്ടും ഈ ഹിന്ദു സന്യാസിയുടെ അറസ്റ്റിനെ തുടർന്ന് വ്യാപകമായി ഹിന്ദു ഭവനങ്ങളും അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ ലക്ഷ്യമിട്ട് അക്രമം ആരംഭിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇപ്പോൾ പ്രസ്താവനയിലൂടെ ശക്തമായി ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങളെ അപലപിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ ബംഗ്ലാദേശിലെ അക്രമത്തെ അപലപിക്കുമ്പോൾ ഭാരതം കഴിഞ്ഞ ദിവസം ശക്തമായ ആവശ്യം ഉന്നയിച്ചിരുന്നു. അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അത് തടയാൻ സർക്കാർ ശക്തമായി, അവിടുത്തെ ഭരണകൂടം ശക്തമായി ഇടപെടണമെന്ന് ഭാരതം ആവശ്യപ്പെടുന്നു. അതേപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹസീനയും ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലോക ശ്രദ്ധയിൽ തന്നെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ ന്യൂനപക്ഷ പീഡനം, ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ ഇപ്പോൾ ഒരു ചർച്ചയാക്കാൻ കഴിഞ്ഞിട്ടില്ലേ ഗൗതം? വിനോദെ, ഇത് ലോകത്തെല്ലായിടത്തും ഇപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ലോകത്ത് എല്ലായിടത്തും ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഹിന്ദു വിരുദ്ധ കലാപം സംബന്ധിച്ചുള്ള ആശങ്കയുണ്ട്. അത് കേവലം ബംഗ്ലാദേശ് മാത്രമായി നമുക്ക് ചുരുക്കി കാണാൻ സാധിക്കത്തില്ല. നമ്മുടെ അയൽ രാജ്യം ബംഗ്ലാദേശ് ആയതുകൊണ്ടും അവിടുത്തെ പ്രധാനപ്പെട്ട മതന്യൂനപക്ഷം ഹൈന്ദവ സമൂഹമാണ്. അതിനാൽ ഹൈന്ദവ സമൂഹത്തെ ലക്ഷ്യമിട്ട് ഇസ്ലാമിസ്റ്റുകൾ രംഗത്തെത്തുന്നു എന്നുള്ളതാണ്. നേരെ അഫ്ഗാനിസ്ഥാനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെയും സാഹചര്യം മറ്റൊന്നും തന്നെയല്ല. അഫ്ഗാനിസ്ഥാനിൽ നമുക്കറിയാം അവിടെയും ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, സിഖുകാരുണ്ടായിരുന്നു, ക്രൈസ്തവരും ബുദ്ധമത വിശ്വാസികളും ഒക്കെ ധാരാളം അവിടെയും ഉണ്ടായിരുന്നു. പക്ഷേ ഏതാണ്ട് 99% മുസ്ലിം ജനസംഖ്യ എങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ബംഗ്ലാദേശിൽ കാണുന്ന കാര്യങ്ങൾ ഏതാണ്ട് 90കളുടെ ആദ്യം മുതൽ ഒരു 2005-2006 കാലഘട്ടം വരെയൊക്കെ അഫ്ഗാനിസ്ഥാനിലും നടന്നിരുന്നു. അങ്ങനെയാണ് അതൊരു പരിപൂർണമായ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന നിലയിലേക്ക് അഫ്ഗാനിസ്ഥാൻ മാറിയത്. പാകിസ്ഥാനിലെ സാഹചര്യം വ്യത്യസ്തമല്ലല്ലോ. അവിടെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അവർ അഭയാർത്ഥികളായി ഭാരതത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മുൻപ് എത്തിയത്. അവർക്ക് പൗരത്വം നൽകാനാണ് CAA പോലുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. അപ്പോൾ ലോകത്ത് ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയുണ്ടോ, അതായത് ഇസ്ലാമിക ഭൂരിപക്ഷ
ന്യൂനപക്ഷ രാജ്യങ്ങൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ജനാധിപത്യത്തിനപ്പുറം ഇസ്ലാമിക് സ്റ്റേറ്റ് നിലവിൽ വരാൻ വേണ്ടി പ്രവർത്തിക്കുന്നതോ അല്ലെങ്കിൽ നിലവിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉള്ള പ്രദേശങ്ങളിലൊന്നും തന്നെ അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ, അത് ഹിന്ദുക്കളാകാം, ക്രൈസ്തവരാകാം, ബുദ്ധന്മാരാകാം, ചിലപ്പോൾ മുസ്ലിം മതവിഭാഗത്തിലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്. അത്തരം മതവിഭാഗങ്ങളെ പോലും യഥാർത്ഥ ഇസ്ലാമിസ്റ്റുകൾ, അതായത് തീവ്ര മുസ്ലിം നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ അവരെ അംഗീകരിക്കുന്നില്ല. അഹമ്മദിയകൾക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനിൽ നടത്തിയിട്ടുള്ള കൂട്ടക്കൊല അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ്. സുന്നി ഷിയ സംഘർഷങ്ങളുടെ ചരിത്രം നമുക്കറിയാം, ഇപ്പോഴും അത് നടക്കുന്നതാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ്സിൽ മറ്റു മതവിഭാഗങ്ങൾക്ക്, അത് ക്രിസ്ത്യാനിറ്റിക്കോ ഹിന്ദുത്വത്തിനോ ഒന്നും തന്നെ അവിടെ അവർ അംഗീകാരം നൽകുന്നില്ല. അത് പരിപൂർണമായ ഇസ്ലാമിന് കീഴിലേക്ക് വരണമെന്ന ആശയമാണ് നടപ്പാക്കുന്നത്. അതിനാൽ ഇത് കേവലം ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവമല്ല, എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളുടെയും സാഹചര്യം ഏതാണ്ട് സമാനമാണ്. ഈ പശ്ചാത്തലത്തിലാണ് RSS പോലെയുള്ള ദേശീയ തന്നെയാണ് RSS പ്രത്യേകിച്ചും ബംഗ്ലാദേശ് പോലെയുള്ള മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളിൽ ഹൈന്ദവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയാണ് RSS ശക്തമായി അപലപിച്ചിട്ടുള്ളത്. ഇക്കാര്യം RSS മുന്നോട്ട് വെക്കുന്നുമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.